ഹായ്, ഒരു ഒന്നാം തരം ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ? ഇതാണ് എൻ്റെ ചാനൽ ടേസ്റ്റ് മേക്കർ. ഇത് ഞാനാണ്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ 1 കപ്പ് ഗ്രീൻ പീസ്, പിന്നെ ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, 2-3 പച്ചമുളക്. ഇവ നന്നായി ചെറുതായി കട്ടിയെടുക്കുക. അതിനുശേഷം ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് അതിലിട്ട് വേവിപ്പിക്കാം. വെള്ളം ആവശ്യത്തിനെടുത്ത ശേഷം ഗ്രീൻ പീസ് ഇടുക. അതിലേക്ക് ക്യാരറ്റും ഉള്ളിയും ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിപ്പിക്കാം. എൻ്റെ ഈ കുക്കറിൽ 7 വിസിൽ വരുന്നവരെ ഞാൻ വേവിപ്പിച്ചു. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ താളിക്കാൻ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. അത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണ് കടുകും കുറച്ച് ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി നന്നായി വേവണം, അല്ലെങ്കിൽ പച്ചയായിരിക്കും. അത് നന്നായി വേവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് വറ്റൽമുളകും 2-3 വറ്റൽമുളകും ആഡ് ചെയ്യാം. അത് ശരിയായ ശേഷം നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസും വെജിറ്റബിൾസും ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ കുരുമുളക് പൊടിയാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകുന്നത്. ഈ കറി നമുക്ക് ഇപ്പോൾ ഈ ഗ്രീൻ പീസ് കറി റെഡിയായി. ഇത് നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും ദോശയുടെയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറിൻ്റെ കൂടെയും കൂടി കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എന്നെ ഷെയർ ചെയ്തിട്ട് അവരോടും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഇത് യമ്മി ടേസ്റ്റി ഹെൽത്തി ഗ്രീൻ പീസ് കറിയാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലാണ് ടേസ്റ്റ് മേക്കർ. നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റും ഒന്ന് കമൻറ്റ് ചെയ്യുക.